അപ്പോൾ കൊടൈക്കനാലെത്തിയിട്ട് ആദ്യം നമ്മൾ പോയത് റൂം എടുക്കാനായിരുന്നു, ഡാനീസ് കോട്ടേജ്. അങ്ങനെ അവിടെ എത്തിയിട്ട് നമ്മൾ റൂമെല്ലാം പോയി കണ്ടു, 2 റൂമും എടുത്തു. അതിനുശേഷം ഒട്ടും സമയമില്ലാതെ നമ്മൾ പെട്ടെന്നൊന്ന് ഫ്രഷ് ആയിട്ട് ലേക്ക് വ്യൂ കാണാനായിട്ട് ഇറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. മാമിമാര് അവിടെ നിന്ന് തന്നെ വിറയ്ക്കാൻ തുടങ്ങി. നമ്മൾ ഓൾമോസ്റ്റ് വൈകുന്നേരം ആയി അവിടെ എത്തിയപ്പോൾ. ലഞ്ച് കഴിക്കാത്തതുകൊണ്ട് ആദ്യം നമ്മൾ പോയത് ഫുഡ് കഴിക്കാനാണ്. അവിടെ പോയപ്പോൾ ആകെ ബിരിയാണിയും ഫ്രൈഡ് റൈസും മാത്രമേ ഉള്ളൂ. നമ്മൾ എല്ലാം ഓരോന്ന് ഓർഡർ ചെയ്തു. അതിന് ശേഷം നമ്മൾ ലേക്ക് വ്യൂ കാണാനായിട്ട് ഇറങ്ങി. ലേക്ക് വ്യൂവിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഒരു വലിയൊരു ലേക്ക്, പിന്നെ കുറെ കുതിരകളും കുറേ കടകളും ഉണ്ടായിരുന്നു. അവിടെ ഞാൻ കൂടുതലായിട്ട് കണ്ടത് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഷോപ്സ് ആണ് കേട്ടോ. ഇരുട്ടും തോറും തണുപ്പ് കൂടി വരുന്നതുകൊണ്ട് മാമിമാരും എൻ്റെ ഉമ്മയും സ്വെറ്റർ എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും അവരവരുടെ അളവിനുള്ള സ്വെറ്റർ എടുത്തു. എൻ്റെ ഉമ്മ സ്വെറ്റർ ഇട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കിലുക്കത്തിലെ രേവതിയെ പോലെയാണ്. അതിനുശേഷം നമ്മൾ അവിടെയൊക്കെ കണ്ടു ഒരു ചായയും കുടിച്ച് തിരിച്ച് റൂമിലോട്ട് പോയി. റൂമിലെത്തിയപ്പോൾ അവിടുത്തെ തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഓരോ കട്ടൻ ചായ ഓർഡർ. പിന്നെ കട്ടൻ ചായയും കുടിച്ച് ഓരോ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ അവിടെ അങ്ങ് ഇരുന്നു. എൻ്റെ മാമിമാരൊക്കെ ആദ്യമായിട്ട് പോയത് കൊണ്ടാണെന്ന് അറിയില്ല, അവര് നല്ല തണുത്ത് വിറച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. വൈകുന്നേരം കഴിച്ച ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈഡ് റൈസും ഫ്ലോപ്പ് ആയതുകൊണ്ട് നമ്മൾ താമസിച്ചിടത്ത് തന്നെ നമ്മുടെ ഡിന്നർ നമ്മൾ സെറ്റാക്കി. ചൂട് ചപ്പാത്തിയും വെഷ്കുറുമ അതും കഴിച്ച് കസിൻസ് എല്ലാം ഒരു റൂമിലും പിള്ളേരും മാമിമാരൊക്കെ വേറൊരു റൂമിലായിട്ട് കിടക്കാൻ പോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഇനി ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടും. അപ്പോൾ ഓക്കെ, ബൈ.